ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേബീസിന്റെ സ്കിൻ കെയർ എങ്ങനെ ചെയ്യാം എന്നുള്ള പറ്റിയിട്ടാണ്. അവർക്ക് ബേസിക് സ്കിൻ കെയർ വേണോ, എന്താണ് ആ സിറ്റുവേഷൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബേബിയുടെ സ്കിൻ കെയർ ഇപ്പൊ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. കാരണം പണ്ട് നമ്മൾ ചെയ്തു കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ആ കാര്യം യൂസ് ചെയ്യാം, ഇക്കാര്യം യൂസ് ചെയ്തുകൂടാ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് നമുക്കുണ്ട്. അപ്പൊ നമുക്കൊരു ബേസിക് ഒരു ഡൈവ് നടത്താം, എന്താണ് സത്യത്തിൽ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ആദ്യമേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ ഒന്ന് വലുതായ കുട്ടികളുടെയും ഈ ബേബീസിന്റെ സ്കിന്നിൽ നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ച് വലുതാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് തന്നെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ട് അതിനെയൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ബേബികളുടെ സ്കിന്നിന് അത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും, നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, ഭയങ്കര തിന്നായിരിക്കും അവരുടെ ലെയർ. കാരണം പ്രോസസ്സിംഗ് ഒക്കെ വളർന്നു വരികയല്ലേ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബേബിയുടെ സ്കിന്നിന് കുറവായിരിക്കും. സെബേഷ്യസ് ഗ്ലാൻഡുകൾ കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അവരുടെ സ്കിന്നിൽ ലാക്കിനെസ് ഉണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരുപാട് പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ. അത് ഞാൻ എന്തുകൊണ്ട് പറയാമെന്ന് എന്ന് വെച്ചാൽ, ഒരുപാട് ബേബി പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഫ്രാഗ്രൻസ് ഉണ്ട്. ഈ ഫ്രാഗ്രൻസ് നമുക്കറിയാം, അഡൽട്സിൽ തന്നെ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിൻ ഡ്രൈ ആകാം. അപ്പോൾ ഓൾറെഡി ഇത്രയും തിന്നായിട്ടും സെൻസിറ്റീവ് ആയിരിക്കുന്ന സ്കിന്നിനാണ് നമ്മൾ വീണ്ടും ഫ്രാഗ്രൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് അത്ര എഫക്റ്റീവ് ആവത്തില്ലല്ലോ. അപ്പൊ എന്നോട് ചോദിക്കും, എന്നാൽ നാച്ചുറൽ സ്കിൻ കെയർ അല്ലേ ബേബീസിന് നല്ലത്, പണ്ടത്തെ കാലത്ത് നിന്ന് ചെയ്തിട്ട് അത്രയും എഫക്റ്റീവ് ആയിട്ട് ഉണ്ടല്ലോ, ഇപ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നേന്ന്. നമുക്ക് ഏറ്റവും ഒരു ബേസിക് എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ പണ്ട് കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ പണ്ടല്ല, പണ്ട് നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ അമ്മമ്മമാരോ കുഞ്ഞുങ്ങൾക്ക് ഹണി കൊടുക്കുമായിരുന്നു. ഈ ഹണിയിൽ ഒരു ടൈപ്പ് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കി. അപ്പൊ പണ്ട് വാവകൾ കരയുന്നത്, വയറുവേദന വന്ന് കരയുന്നതിന് ഒരു റീസൺ ഹണിയാണ് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കണ്ണ് എഴുതുമായിരുന്നു. ഈ എഴുതുന്ന നമ്മൾ പിന്നെ ആദ്യം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൺവെൻഷൻ ആണെങ്കിലും പിന്നെ പിന്നെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൺവെൻഷനിലോട്ട് പോയി. ഇത് രണ്ടിനും ചില കൺവെൻഷനുകൾ വീട്ടിലുണ്ടാക്കുന്ന കൺവെൻഷൻ ആണെങ്കിൽ പോലും കുഞ്ഞാവാക്ക് ചിലപ്പോൾ നമുക്ക് കൂടായിക വരും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും നാരങ്ങ നീരൊക്കെ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ചിലപ്പോൾ കുഞ്ഞാവകളുടെ കണ്ണിന് എഫക്റ്റീവ് ആവണം എന്നില്ല. കാരണം അവരുടെ സ്കിൻ ഭയങ്കര, കണ്ണൊക്കെ വെച്ചാൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ അവർക്ക് ചിലപ്പോൾ ഭയങ്കര ബാഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കൺവെൻഷൻ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ബേബിക്ക് അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പണ്ട് ഇതൊക്കെ കരി എഴുതിയില്ലെങ്കിൽ, എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞായിരിക്കും നമ്മൾ ബേബി കുഞ്ഞാവ് കരി എഴുതി കുളിപ്പിച്ചിട്ട് കരി എഴുതാതെ ആരെങ്കിലും കിടത്തേക്കുന്നുണ്ടാൽ വീട്ടുകളിൽ പറയുന്നതായിട്ടുണ്ട്, ഇതെന്താ കുഞ്ഞിന് കരി എഴുതാത്തത്, അത് അഴുക്കിയല്ലേ, കുഞ്ഞിന് കരി എഴുതി പൊട്ടൊക്കെ തൊട്ട് ഭയങ്കരമാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നല്ലതല്ല എന്ന് ഇപ്പൊ പ്രൂവ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഹണി യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പണ്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ അഴുക്കാണ് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ പണ്ട് യൂസ് ചെയ്ത പല സാധനങ്ങളും ബേബീസിന്റെ ബോഡിയിൽ പണ്ട് യൂസ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ അഴുക്കാണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് നമ്മൾ ക്യാംഫർ, അതായത് കർപ്പൂരം കൊണ്ടുണ്ടാക്കിയ എണ്ണ, അതല്ലെങ്കിൽ അല്ലാണ്ട് നമ്മൾ എസെൻഷ്യൽ ഓയിൽസുകളൊക്കെ നമ്മൾ ബേബീസിന് മണം കിട്ടാനായിട്ട് മസാജിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. മസാജിങ് നല്ലതാണ്, ഓവറോൾ ബേബി ബോഡി ഹെൽത്തിന് മസാജിങ് നല്ലതാണ്. അവർക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതുപോലെ തന്നെ അവർക്കൊന്നും റിലാക്സ് ആവാനൊക്കെ മസാജിങ് നല്ലതാണ്. പക്ഷെ മസാജിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിയുടെ ഒരു ഫീച്ചേഴ്സ് ഒന്നും ഇതായിട്ട് വരത്തില്ല. അതെല്ലാം നമ്മുടെ പഴയ ഫീച്ചർ, അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ ഹെറിഡിറ്റി ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ വരാൻ പോകുന്നു. അതായത് മൂക്കിന് ഷാർപ്നെസ് കൂട്ടാനൊന്നും മസാജ് കൂട്ടിയാലും നടക്കത്തില്ല, ഇതായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ മസാജിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എപ്പോഴും നാച്ചുറൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതാണ് ഏറ്റവും ബെസ്റ്റ്. കോക്കനട്ട് ഓയിൽ കോമഡോജനിക് ആണെങ്കിലും ബേബീസിന് അത് അഫക്ട് ചെയ്യത്തില്ല. കാരണം അവരുടെ ബോഡിയിൽ അധികം പോസ് ആയിട്ടില്ല, അത് പോസ് അടയാനൊന്നും പോകില്ല. അതുകൊണ്ട് തന്നെ കോമഡോജനിക് ആണെങ്കിൽ പോലും ഓയിൽസ്, കോക്കനട്ട് ഓയിലൊക്കെ ബെസ്റ്റ് ആണ് ബേബിയെ മസാജ് ചെയ്യാനായിട്ട്. ഓയിൽസ് ഏതുകൊണ്ടെന്ന് വെച്ചാൽ വേറെ എങ്ങും പോകണ്ട, കോക്കനട്ട് ഓയിൽസ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ബേബി ഓയിൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്, അത് വാങ്ങിക്കുമ്പോൾ ഇത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുത്തുന്ന സ്മെല്ലുള്ള ബേബി ഓയിൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിന്റെ പേരുകൾ ഇതിനകത്ത് പറയുന്നില്ല, കാരണം ബേബിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കേണ്ട. നിങ്ങൾക്ക് ഡൗട്ടുള്ള ബ്രാൻഡാണ് നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ലൈൻസ് മാത്രമേ പറയുന്നുള്ളൂ, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും ഡോക്ടേഴ്സിനോട് ചോദിക്കാനൊക്കെ. അതുകൊണ്ട് ഞാൻ എല്ലാം
ബേസിക് ഫൗണ്ടേഷൻ മാത്രമേ ഞാൻ കെട്ടിത്തരത്തുള്ളൂ. വേണ്ടി വയ്ക്കുന്ന നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ബേബി ഓയിൽസ് വാങ്ങിക്കുക, അത് ഡോക്ടറിന്റെ റെക്കമെൻഡേഷനുള്ള നല്ല ബേബി ഓയിൽസ് തന്നെ എപ്പോഴും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കർപ്പൂരം പോലെ ബേബിക്ക് അഴുക്കായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കറാമ്പു പോലെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ പണ്ട് ബേബിയുടെ ഓയിൽസ് നമ്മൾ ഇടാറുണ്ട്. കോക്കനട്ട് ഓയിലിൽ ഇതൊക്കെ ഇട്ട് ഇതാക്കാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറലായിട്ട് നമ്മൾ ആട്ടിയെടുക്കുന്ന ബേബി ഓയിലോ കോക്കനട്ട് ഓയിലോ, അതല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി കിട്ടുന്ന ഓയിലോ, അതല്ലെങ്കിൽ ബേബി ഓയിൽസോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോണില്ല. പക്ഷെ എന്നാലും ശ്രദ്ധിക്കുക, നിങ്ങൾ കുഞ്ഞിന് എന്തെങ്കിലും കോക്കനട്ട് ഓയിലൊക്കെ അലർജി ഉണ്ടോ എന്നും കൂടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നാച്ചുറലി അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മടക്കുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നമ്മുടെ തൈസിന്റെ അവിടെ, അതുപോലെ പ്രൈവറ്റ് പാർട്സിൽ, കൈയുടെ ഇടുക്കിലൊക്കെ ഒരുപാട് മടക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു മടക്കാണ്, ചിലപ്പോൾ ഇവിടെ ഒരു മടക്കുകൾ കാണും. കാരണം ബോൺസിന്റെ എണ്ണം കൂടുതലാണല്ലോ, അപ്പൊ ആ മടക്കുകൾ കാണും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മൾ എണ്ണയൊക്കെ തേച്ചാൽ ഈ മടക്കുകൾ ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാറില്ല. അപ്പൊ അത് കാരണം അവിടെ റാഷസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ ഭാഗങ്ങളും എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ, ഓയിൽ ആയതുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഓയിൽ തേക്കണേ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുളിപ്പിക്കുമ്പോൾ പോലും അത് ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാതെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതാണ് ബേബിക്ക് പൗഡർ യൂസ് ചെയ്യാമോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പൗഡർ എന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പൗഡർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. കാരണം കുഞ്ഞുങ്ങൾക്ക് അധികം മണത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ പൗഡറിനകത്ത് എന്തൊക്കെ എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരുപാട് ഫ്രാഗ്രൻസും ഫൈൻ പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. കുഞ്ഞാവൾ ഇൻഹെയിൽ ചെയ്യും. അപ്പൊ അത് കാരണം ആ ഒരു ഇൻഹലേഷൻ കാരണം കുഞ്ഞുങ്ങൾക്ക് അലർജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മൾ പൗഡറൊക്കെ വാരി പൊത്താറുണ്ടല്ലോ, ഞാൻ കാണാറുണ്ട്, പൊത്താറുണ്ട്. കാരണം കണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ പൊത്താറുണ്ട്. ഈ പൊത്തും ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ കരിയൊക്കെ അവിടെ പോവാതെയൊക്കെ നിൽക്കും, സത്യമാണ്. പക്ഷെ അതിന്റെ കൂടെ കുഞ്ഞ് ഒരുപാട് ശ്വസിക്കുകയും ചെയ്യും. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പൊടി ഇറക്കാറില്ല. നമ്മൾ ആ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ പൗഡർ അങ്ങോട്ട് ഇൻഹേൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അഥവാ നിങ്ങൾക്ക് പൗഡർ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നെക്കിന് താഴോട്ടുള്ള ഏരിയാസിൽ യൂസ് ചെയ്യുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ മടക്കുകളിലൊക്കെ അധികം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത പൗഡർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡയപ്പർ ഇടുമ്പോഴാണ്. കാരണം ഡയപ്പർ ഇടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് റാഷസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഡയപ്പർ ക്രീംസ് ആണ്. പ്ലെയിൻ സിങ്ക് ഓക്സൈഡുള്ള ഡയപ്പർ ക്രീംസ് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷനും അത് തന്നെയാണ്. കാരണം ഈ റാഷസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡയപ്പർ ഇടുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ യൂറിനും ഫീസിസും ഒക്കെ അവിടെ ഇരുന്നിട്ടാണ് ഈ റാഷസ് വരുന്നത്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് പ്ലെയിൻ സിങ്ക് ഓക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഡയപ്പർ ക്രീംസ് ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ ആ ബംസിന്റെ ആ ഒരു റാഷസും പോകും, പിന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ പറയത്തില്ല നല്ല സോഫ്റ്റ് ബംസ്, കുടുകുടു ബംസ് ആവുകയും ചെയ്യും. ഡയപ്പർ ക്രീംസ് യൂസ് ചെയ്യുന്നതാണ് ആ റാഷസ് മാറ്റാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. പിന്നെ ചെറിയ ട്രിക്ക് പറയാം, നമ്മുടെ ഫേസിനും അത് യൂസ് ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി വലിയ അഡൽട്സിന്റെ ഫേസിൽ യൂസ് ചെയ്താൽ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇതായിട്ട് സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡയപ്പർ ക്രീംസ്. നൈറ്റിലാണ് പറയുന്നത്. അപ്പൊ അതൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഡയപ്പർ നല്ലതാണ് ബേബീസിന്, പക്ഷേ കുറച്ച് ടൈമെങ്കിലും ഡയപ്പർ ഫ്രീ ടൈംസ് കൊടുക്കുക. കാരണം ഒരു ടൈപ്പ് ഡയപ്പേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് മുഴുവനായിട്ട് ഇടാൻ നിർത്തില്ല, അങ്ങനെ നേക്കഡ് ആയിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. കാര്യം ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ എന്താ പറയുന്നത് കെട്ടി വെക്കുമ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാനും, മാത്രമല്ല ഒരുപാട് സമയം അതിങ്ങനെ എയർ ടൈറ്റ് ആയിട്ടിരിക്കുകയല്ലേ, അപ്പൊ ആ ഒരു ടൈറ്റ്നസ് കാരണം റാഷസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡയപ്പർ റാഷസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രീ ടൈംസ് ബേബീസിന് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, തീരെ ഡയപ്പർ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ക്ലോത്തിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കുന്നതാണ് നല്ലത്. അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എന്താണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്? തണുത്ത വെള്ളമല്ല, തിളച്ച ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ, അത് വെള്ളം ഒഴിച്ച് തണുപ്പിക്കാതെ തിളപ്പിക്കുമ്പോൾ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ ഒരു ഇളം ചൂടിലോട്ട് ആക്കി എടുത്തിട്ട് ചുരുക്കി പറഞ്ഞാൽ മിക്സ് ചെയ്യാതെ ആ ഒരു ഇളം ചൂട് വെള്ളം ആക്കിയിട്ട് കുഞ്ഞുങ്ങളെ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
പിന്നെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അവരെ ഒരുപാട് ഇട്ട് അങ്ങോട്ട് മസാജ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരു മസാജിങ് എപ്പോഴും തെറാപ്യൂട്ടിക് ആയിരിക്കും, ചെറുതായിട്ട് ചെയ്യും. അല്ലാണ്ട് അവരെ കൈയും കാലും ഒക്കെ വലുതായിട്ട് വലിച്ചു നീട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അത് നീളമുള്ളത് നമ്മുടെ DNA ഉണ്ട്, അതനുസരിച്ച് നമ്മൾ നീളം വെക്കാൻ പോകുന്നില്ല. വലിച്ചു നീട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നീളമൊന്നും വെക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ DNA ഉണ്ട് എത്രത്തോളം നീളം വേണം, മൂക്കിന്റെ പാല എത്ര ഷാർപ്പായിരിക്കണം, അല്ലെങ്കിൽ എന്റെ മൂക്കൊക്കെ ഇങ്ങനെ ഇരുന്നേണ് ഷാർപ്പ്നെസ് വരാനാണെങ്കിൽ അത്രയൊക്കെ ഷാർപ്പ് ആകില്ല. അതുപോലെ തന്നെ കാലിന്റെയൊക്കെ നീളം എന്റെയൊക്കെ മസാജ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഞാനൊക്കെ ഇപ്പം ഭയങ്കര പൊക്കമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് മസാജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈയും കാലും ഒന്നും വളരാനൊന്നും പോണില്ല. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ എന്റെ അമ്മ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മസാജ് ചെയ്ത് നീളം വെക്കാനായിട്ട് നീയൊക്കെ നീളം വെച്ചിരുന്നു. ഞാനൊന്നും അധികം പൊക്കമില്ലാത്ത ആളാണ്. അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ മസാജ് ചെയ്തൊന്നും നീളം വെക്കാൻ പോലും എന്താണോ നമ്മുടെ പേരൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഹൈറ്റ് അതൊക്കെ നമുക്ക് ഉണ്ടാവുമുണ്ട്. അല്ലാണ്ട് അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഒരിക്കലും ഒരു പൊക്കോ അല്ലെങ്കിൽ മൂക്കിന് ഷാർപ്നെസ് ഒന്നും ഉണ്ടാവാനായിട്ട് പോണില്ല. അത് ലിറ്ററലി കാർട്ടിലേജ് ആണ്. അത് മണ്ണല്ല നമ്മുടെ ഫോർമേഷനിൽ നമ്മൾ ഫോം ചെയ്തെടുക്കാനായിട്ട് കുഞ്ഞിന്റെ ബോഡി. അത് നമുക്കൊരു അച്ചൊന്നുമില്ല നമുക്ക് അത് അങ്ങനെ ഫോം ആക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മസാജ് ചെയ്ത് കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അറിയാലോ, നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഒരുപാട് എക്സ്പോസ് ചെയ്യാതിരിക്കുക. എക്സ്പോസ് ചെയ്യുക ഇൻ ദ സെൻസ് പെറ്റ്സിനെ എക്സ്പോസ് ചെയ്യുക അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം അലർജൻസ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒരുപാട് നേരം പുറത്ത് നിർത്തുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. പക്ഷെ എപ്പോഴും വെയിൽ കായാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് കുഞ്ഞു വാവകൾക്ക് സൺസ്ക്രീൻ വേണമെന്ന്. ഡെഫിനറ്റ്ലി വേണ്ട. കുഞ്ഞു വാവകളെ നമ്മൾ എപ്പോഴും പൊതിഞ്ഞൊക്കെയാണ് വെച്ചേക്കുന്നത്, അവർക്ക് അങ്ങനെ ഇതൊന്നും വേണ്ട. പിന്നെ ഡ്രസ്സസ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരുപാട് നമ്മളെ വിചാരിക്കും കുഞ്ഞു ആവേലേ അപ്പം അധികം വിലയുള്ള ഡ്രസ്സ് വേണ്ടെന്ന് വിചാരിക്കരുത്. കാരണം ഒന്നുകിൽ നല്ല കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ബേബി ക്ലോത്ത്സ് നല്ലത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബോഡിക്ക് റാഷസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായി. ഡ്രൈ സ്കിന്നാണ്. അപ്പം ഈ നമ്മൾ സോഫ്റ്റ് അല്ലാത്ത ഡ്രസ്സ് വാങ്ങിച്ചാൽ അത് ഒരഞ്ഞിട്ടും കൂടെ നമുക്ക് ബേബിക്ക് റാഷസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ റാഷസ് വരുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പക്ഷെ എക്സ്ട്രീം ആയിട്ട് ഇച്ച്നെസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും പീഡിയാട്രീഷനെ കാണാനായിട്ട് മറക്കരുത്. ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ മാത്രമാണ്. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ജനറൽ ടോപ്പിക്സ്. അപ്പൊ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പീഡിയാട്രീഷനെ കാണുക. കാരണം കുഞ്ഞുങ്ങളാണ്, അലർജീസ് ഒരുപാട് വരും. പണ്ട് നമ്മൾ ഫോളോ ചെയ്ത ഒരുപാട് കാര്യങ്ങളും ശരിയല്ലാത്തതായിട്ടുണ്ട്. അപ്പൊ പണ്ട് അതുകൊണ്ട് അന്ന് ശരിയായി നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് തെറ്റായിട്ട് നമ്മൾ പ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ തെറ്റാണെന്ന് പ്രൂവ് ആയ ശേഷം നമ്മളത് ചെയ്യുന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പാരമ്പര്യമായിട്ട് ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ അത് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരുവിധ ഐഡിയാസ് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പീഡിയാട്രീഷനെ കാണുക. അപ്പൊ ഇതാണ് ഒരു ജനറൽ ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഈ കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിനെ പറ്റി അധികം പറയാത്ത ആളാണ്. റിസർച്ച് അറിയാം, നോക്കി പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഞാൻ പറയാത്തത് കാരണം ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ആര് പറഞ്ഞാലും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പീഡിയാട്രീഷനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്നത് തെറ്റല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം അവരോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇന്നത്തെ ടോപ്പിക്ക് ബേബീസിന്റെ സ്കിൻ കെയറിനെ പറ്റി, ഇങ്ങനെ ഓവറോൾ ടോപ്പിക്കിനെ പറ്റിയിട്ടായിരുന്നു. പക്ഷെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയ ന്യൂ ബോൺ മമ്മാസോ ബേബീസോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണം. ഇതുപോലത്തെ സ്കിൻ കെയർ നേർക്കിയ ഒരു വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സാനിക്കും.